എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വർഷം നടന്ന ഒരു ഡിഗ്രി ലെവൽ ചോദ്യം കണ്ടാൽ ഇത്തിരി വലുതാണ് എന്ന് തോന്നുമെങ്കിലും പലരും പഠിക്കാതെ ഒഴിവാക്കുന്നത് മൂലം നഷ്ടപ്പെടുന്ന ഒരു മാർക്കായിരുന്നു. ആ ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവുമാണ് ഈ ഒരു ക്ലാസ്സിൽ നടക്കാൻ പോകുന്നത്. ഈ ഒരു ക്ലാസ് കേട്ടാൽ വരുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും +2 ലെവൽ പരീക്ഷകൾക്കും ഒക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ ഒരു പാറ്റേണിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ കൃത്യമായി PSC ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അപ്പൊ നമുക്ക് ആ ചോദ്യം എന്താണെന്ന് ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ചോദ്യം നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കും. UNOയുടെ താഴെ പറയുന്ന അനുബന്ധ ഏജൻസികളെയും അവയുടെ ഹെഡ്ക്വാർട്ടേഴ്സിനെയും പരിഗണിക്കുക. താഴെ പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം മലയാളമാണ് മലയാളത്തിലുള്ള ചോദ്യമാണ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം ചോദ്യം വായിക്കാൻ. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓരോന്നാണ്. ഇവിടെ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? യുനെസ്കോയുടെ ആസ്ഥാനം അറിഞ്ഞിരിക്കണം, യുനിസെഫിന്റെ ആസ്ഥാനം അറിഞ്ഞിരിക്കണം, FAO അതിൻ്റെ ആസ്ഥാനം അറിഞ്ഞിരിക്കണം, അതുപോലെ IMFന്റെ ആസ്ഥാനവും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് നോക്കാം. അപ്പം ചോദ്യം തൽക്കാലം ഇവിടെ കിടക്കട്ടെ, ഞാൻ അതിലേക്ക് വരാം. ആദ്യം യുനെസ്കോയിലേക്ക് വരാം. യുനെസ്കോ സ്പെല്ലിംഗ് എന്താണ്? UNESCO. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെ എന്ന് ചോദിച്ചാൽ യുനെസ്കോയുടെ ആസ്ഥാനം പഠിച്ചു വെക്കാം. പാരീസ് ആണ് യുനെസ്കോയുടെ ആസ്ഥാനം. പാരീസ് ഫ്രാൻസിലാണ്. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് എന്ന് പഠിച്ചു വെക്കുക. ഇത് ഓർത്തിരിക്കാനായിട്ട് നമ്മൾ കോപ്പ എന്ന് കേട്ടിട്ടുണ്ട്. കോപ്പ അമേരിക്ക അല്ലെ, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം യുനെസ്കോ പിന്നെ യുനെസ്കോ പാരീസ്. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെ എന്ന് കിട്ടി? പാരീസ് എന്ന് കിട്ടി. ഓക്കെ, യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ്. ഇത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിച്ചു. ഈ കഴിഞ്ഞ 2026 ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്ക് ചോദിച്ചത് യുനെസ്കോയുടെ പൂർണ്ണരൂപം എന്ത് എന്നുള്ളതായിരുന്നു. യുനെസ്കോയുടെ പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് കിട്ടിയില്ലേ? പിന്നെന്താ? എഡ്യൂക്കേഷണൽ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്നാണ്. അപ്പം ആ യുനെസ്കോയുടെ പൂർണ്ണരൂപം നിങ്ങൾക്ക് ഇനി വന്നാൽ തെറ്റരുത്. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് സയന്റിഫിക് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്നാണ്. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്നാണ് യുനെസ്കോയുടെ പൂർണ്ണരൂപം. അപ്പം ബാക്കി വിവരം ഞാൻ പുറകെ പറയാം. അപ്പൊ യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ്. അടുത്തത് യുനിസെഫ്. യുനിസെഫിന്റെ സ്പെല്ലിംഗ് ഇങ്ങനെയാണ്: UNICEF. എന്താണ് യുനിസെഫ്? യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്നാണ് യുനിസെഫിന്റെ ആസ്ഥാനം. യുനിസെഫിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ന്യൂയോർക്ക് ആണ് യുനിസെഫിന്റെ ആസ്ഥാനം. യുനിസെഫിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക് സിറ്റി എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്. അപ്പൊ യുണൈറ്റഡ് നേഷൻസ് യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് അല്ലേ? അപ്പൊ ഈ ചിൽഡ്രൻസിന് എന്താ? കുട്ടികൾക്ക് പുതിയ കാര്യങ്ങൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ ചിൽഡ്രൻസ് ന്യൂയോർക്ക് എന്നുള്ളത് അവിടെ കണക്ട് ആവും. പിന്നുള്ളത് ഏതാ? FAO എന്ന ഒരു സംഘടനയാണ്. FAO. അപ്പൊ എന്താണ് ഈ FAO എന്ന് പറഞ്ഞാൽ? F എന്ന് പറഞ്ഞാൽ ഫുഡാണ്. ഫുഡ്. അടുത്തത് അഗ്രികൾച്ചറൽ. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. കിട്ടിയോ? ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ്. മനസ്സിലായോ? ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ്. ഇതാണ് FAO എന്ന് പറയുന്ന സംഘടനയുടെ പൂർണ്ണരൂപം. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് എന്നാണ്. അപ്പൊ ഇതിന്റെ ആസ്ഥാനം റോമാണ്. FAO റോം. അവിടെ അത് കണക്ട് ആയി. പിന്നെ ഉള്ളത്
IMF ആണ്. IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ആസ്ഥാനം എവിടെയാ? വാഷിംഗ്ടൺ ആണ്. വാഷിംഗ്ടൺ. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ ആണ്. അപ്പം ഫണ്ട് ടൺ കണക്കിനുണ്ട് എന്നവിടെ ഓർത്തു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ആസ്ഥാനം എവിടെയെന്ന് കിട്ടും? വാഷിംഗ്ടൺ എന്ന് കിട്ടും. അപ്പൊ ഇത്രയും സാധനം അറിയാമെങ്കിലേ നമുക്ക് ആ ചോദ്യത്തിന് അവിടെ ഉത്തരത്തിലേക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അത്രയെങ്കിലും നമ്മളത് പഠിച്ചിരിക്കണം. ഓക്കെ, ഞാൻ ഓപ്ഷനുകളെ പരിഗണിച്ചിട്ടില്ല, നമുക്ക് എന്തായാലും നോക്കാം. അപ്പൊ നമുക്ക് യുനെസ്കോ എന്ന് പറയുമ്പോൾ ഏത് കിട്ടി? കോപ്പ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നേരെ പാരീസ് എന്ന് കിട്ടി. പിന്നെ യുനിസെഫ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചിൽഡ്രൻസ് കിട്ടി, ന്യൂയോർക്ക് എന്ന് അവിടെ നമുക്ക് വർക്കായി. പിന്നെ FAO എന്തായിരുന്നു? FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ അല്ലേ? ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. അത് അവിടെ എവിടെയാ? അത് വരുന്നത് നേരെ വരുന്നത് റോമിലേക്ക് പോകും. അടുത്ത IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ആസ്ഥാനം എവിടെയാ? വാഷിംഗ്ടൺ എന്നവിടെ പോകും. ഇതെവിടെ വർക്കാവും എന്ന് നോക്കാം. എ വരുന്നത് 4. എ വരുന്നത് 4 ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബിക്കകത്ത് A4 വരുന്നുണ്ട്, ഓപ്ഷൻ സിക്കകത്ത് A4 വരുന്നുണ്ട്. നമ്മൾ 2 ഓപ്ഷനുകളെ ഇവിടുന്ന് തന്നെ ഡിലീറ്റ് ആക്കി. ഇനി ബി വരുന്നത് ഏതാ? ബി വരുന്നത് നേരെ 3 B3 വരുന്നുണ്ട്. B3 വരുന്നത് ഓപ്ഷൻ സി ആണ്. B3 വരുന്നത് ഓപ്ഷൻ സി ആണ്. നോക്കൂ, B3 വരുന്നത് ഓപ്ഷൻ സി മാത്രമാണ് ഉള്ളത്. അതായത് ബി, യുനിസെഫിന്റെ ആസ്ഥാനം എവിടെ? ന്യൂയോർക്ക് സിറ്റി എന്നറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നിഷ്പ്രയാസം എത്താനായി സാധിക്കും. അപ്പൊ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ക്ലിയർ? ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും ആസ്ഥാനം നമ്മൾ അവിടെ പഠിച്ചിരിക്കണം. ഇനി 1-2 കാര്യങ്ങളിലേക്കൂടെ വരാം. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോടൊന്ന് ചർച്ച ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. നോക്കാം. അപ്പോ നമ്മുടെ ഇവിടുത്തെ മറ്റൊരു കാര്യത്തിലേക്ക് വരുമ്പം UN ഐക്യരാഷ്ട്ര സംഘടന എന്നാണ് നിലവിൽ വന്നത്. അതൊരു നല്ല ചോദ്യമാണ്. 1945 ഒക്ടോബർ മാസം 24-ാം തീയതിയാണ് UN നിലവിൽ വന്നത്. അപ്പൊ UN നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24. ഈ ഒക്ടോബർ 24 UN ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ UN ദിനം എന്ന് ചോദിച്ചാലും കിട്ടി. ഒക്ടോബർ 24 പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. അപ്പൊ ആ ഒരു ചോദ്യം അവിടെ ക്ലിയർ ആണ്. പിന്നെ അടുത്ത ഒരു ഭാഗത്തേക്ക് വരാം. ഇനി UN-ന്റെ പ്രിൻസിപ്പൽ ഓർഗൻസ് ഏതൊക്കെയാണ്? UN-ന്റെ പ്രിൻസിപ്പൽ ഓർഗൻസ് ഏതൊക്കെയാണ്? UN-ന്റെ പ്രിൻസിപ്പൽ ഓർഗൻസ് പ്രധാനമായും 6 എണ്ണം ഉണ്ട്. UN-ന്റെ പ്രിൻസിപ്പൽ ഓർഗൻസ് പ്രധാനമായും 6 എണ്ണമുണ്ട്. അതുപോലെ UN-ന്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് 15 എണ്ണമുണ്ട്. മനസ്സിലായോ? UN-ന്റെ പ്രിൻസിപ്പൽ ഓർഗൻസ് എത്ര എണ്ണമുണ്ട്? 6 എണ്ണമുണ്ട്. UN-ന്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് എത്ര എണ്ണമുണ്ട്? 15 എണ്ണമുണ്ട്. ഈ എണ്ണം അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇനി UN-ന്റെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? UN-ന്റെ ഔദ്യോഗിക ഭാഷകളാണ് അറബിക്, ഫ്രഞ്ച്, പിന്നെ ചൈനീസ്, ഇംഗ്ലീഷ്, റഷ്യൻ, സ്പാനിഷ്. ഈ 6 എണ്ണമാണ് UN-നോടെ ഔദ്യോഗിക ഭാഷകൾ. ഒഫീഷ്യൽ ലാംഗ്വേജസ് UN-ന് എത്ര എണ്ണമാണ്? 6 എണ്ണമാണ്. അപ്പൊ ഇത് ഓർത്തിരിക്കാനായി പണ്ട് തൊട്ട് ഉപയോഗിക്കുന്ന കോഡാണ് ഫ്രെസ്ക. ഫ്രെസ്ക എന്ന കോഡ് ഉപയോഗിക്കാറുണ്ട്. ഫ്രെസ്ക, വേറെ ഏതൊരു വാക്കൂടെ പറയും. F എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച്, R എന്ന് പറഞ്ഞാൽ റഷ്യൻ, E എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, S എന്ന് പറഞ്ഞാൽ സ്പാനിഷ്, C ചൈനീസ്, A അറബിക്ക്. ഫ്രെസ്ക എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം? ഇതവിടെ ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് UN-നോടെ അംഗീകൃത ഭാഷകൾ. ഞാൻ പറഞ്ഞു 1945 ഒക്ടോബർ 24 UN നിലവിൽ വന്നു. അപ്പൊ ആ നിലവിൽ വരുന്ന സമയത്ത് എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? 51 രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര രാജ്യമുണ്ട്? 193 രാജ്യമുണ്ട്.
അപ്പൊ UN നിലവിൽ വരുമ്പോൾ 51 രാജ്യമുണ്ട്, ഇപ്പോൾ 193 രാജ്യമുണ്ട്. ഈ 193 രാജ്യമാണ് സൗത്ത് സുഡാൻ. സൗത്ത് സുഡാനാണ് 193 രാജ്യം. ഈ സൗത്ത് സുഡാൻ അംഗത്വം എടുക്കുന്നത് 2011 ഓക്കെ, നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല, വേഗത്തിലാണെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് കേൾക്കുക കേട്ടോ. അപ്പൊ 193 രാജ്യമാണെങ്കിൽ സൗത്ത് സുഡാൻ ആണ്. ആ സൗത്ത് സുഡാൻ എന്ന അംഗത്വം എടുക്കുന്നത് 2011 അംഗത്വം എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതും അവിടെ ആയി. അടുത്തത് UN ഒരു മോട്ടോ ഉണ്ട്. UN മോട്ടോ എന്ന് പറയുന്നത് പീസ്, ഡിഗ്നിറ്റി ആൻഡ് ഇക്വാലിറ്റി. പീസ്, ഡിഗ്നിറ്റി ആൻഡ് ഇക്വാലിറ്റി ഓൺ എ ഹെൽത്തി പ്ലാനറ്റ്. ഓക്കെ, ഇത് ഓർത്ത് വെച്ചോണം. പീസ്, ഡിഗ്നിറ്റി, ഇക്വാലിറ്റി ഓൺ എ ഹെൽത്തി പ്ലാനറ്റ്. ഇതാണ് UN മോട്ടോ. അപ്പം UN കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഓക്കെ, ഇനി മറ്റു കുറച്ച് കാര്യങ്ങളിലേക്കൂടെ വരട്ടെ. അപ്പം ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഒഫീഷ്യൽ ലാംഗ്വേജസ് ഞാൻ പറഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒഫീഷ്യൽ ഭാഷകളുടെ എണ്ണം 6 അതുപോലെ UN പ്രിൻസിപ്പൽ ഓർഗൻസ് 6 അതുപോലെ UN സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് 15 എന്ന് വരെ നമ്മൾ പറഞ്ഞ് നിർത്തിയിരുന്നു. ഇനി അടുത്തതായിട്ട് UN പ്രിൻസിപ്പൽ ഓർഗൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. UN പ്രിൻസിപ്പൽ ഓർഗൻസ് ഏതാണ് എന്നുള്ളതിലേക്ക് നമുക്ക് പോകാം. അപ്പൊ അതിലേക്ക് പോകാം. UN പ്രിൻസിപ്പൽ ഓർഗൻസ് ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് ഞാൻ പറയട്ടെ. അപ്പൊ നമ്മൾ പഠിക്കുന്ന എന്താണ്? പ്രിൻസിപ്പൽ ഓർഗൻസ് ആണ്. ശ്രദ്ധിക്കൂ, പ്രിൻസിപ്പൽ ഓർഗൻസ്. ഒന്നാമതായിട്ട് GA അഥവാ ജനറൽ അസംബ്ലി ആണ്. ഒന്ന് ജനറൽ അസംബ്ലി. രണ്ടാമതായിട്ട് പഠിക്കണം സെക്യൂരിറ്റി കൗൺസിൽ. രണ്ടാമതായി പഠിച്ചു സെക്യൂരിറ്റി കൗൺസിൽ. മൂന്നാമതായിട്ട് പഠിക്കണം എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. നാലാമതായി പഠിക്കുന്നു ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അഞ്ചാമതായി പഠിക്കുക സെക്രട്ടേറിയറ്റ്. ആറാമതായി പഠിക്കുക ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. അപ്പം UN പ്രിൻസിപ്പൽ ഓർഗൻസ് എത്രണ്ണം കിട്ടി? 6 കിട്ടി. UN പ്രിൻസിപ്പൽ ഓർഗൻസ് 6. ഒന്ന് ജനറൽ അസംബ്ലി, 2 സെക്യൂരിറ്റി കൗൺസിൽ, 3 എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, 4 ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, 5 സെക്രട്ടേറിയറ്റ്, 6 ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. 6 UN എന്ത് പ്രിൻസിപ്പൽ ഓർഗൻസ്. ഓക്കെ, ജനറൽ അസംബ്ലിയിൽ 193 രാജ്യങ്ങൾക്കും എന്തുണ്ട്? പങ്കെടുക്കാം. 193 രാജ്യങ്ങൾക്കും പങ്കെടുക്കാം. അവർക്ക് ഈക്വൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ് ജനറൽ അസംബ്ലിയിൽ ലഭിക്കുന്നത്. ഇനി ഈ സെക്യൂരിറ്റി കൗൺസിൽ എത്ര പേരുണ്ടെന്നറിയാമോ? സെക്യൂരിറ്റി കൗൺസിലിൽ 15 മെമ്പേഴ്സ് ഉണ്ട്. സെക്യൂരിറ്റി കൗൺസിൽ അംഗങ്ങൾ 15 അത് ഓർത്തു വെക്കണം. ഇതിൽ 5 പേര് എന്താണ്? പെർമനന്റ് ആണ്. 5 പേര് പെർമനന്റ് ആണ്, 10 പേര് നോൺ പെർമനന്റ് ആണ്. അപ്പൊ സെക്യൂരിറ്റി കൗൺസിൽ അംഗങ്ങളുടെ എണ്ണം 15, 5 പെർമനന്റ്, 10 നോൺ പെർമനന്റ്. അപ്പൊ ഇവിടുന്ന് ഒരു ചോദ്യമുണ്ട്, ഏതൊക്കെയാണ് ഈ 5 പെർമനന്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ? UN സെക്യൂരിറ്റി കൗൺസിലിൽ അംഗത്വമുള്ള 5 പെർമനന്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അതിങ്ങനെ എഴുതാം. 1 USA, 2 UK. അപ്പൊ USA-യും UK-യും അവിടെ എന്ത് ചെയ്യാം? ഓർത്തു വെക്കാം. 3 ഫ്രാൻസ്, 4 റഷ്യ, 5 ചൈന. അപ്പം അത് ക്ലിയർ ആയി. USA, UK, റഷ്യ, ചൈന, ഫ്രാൻസ് കിട്ടിയല്ലോ. USA, UK, റഷ്യ, ചൈന, ഫ്രാൻസ്. ഇവിടെ 2 U ഓർത്താൽ USA-യും UK-യും കിട്ടും അല്ലേ? നമ്മൾ സ്പേസ് സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം USA കൂടാതെ നമുക്ക് അവിടെ ശക്തനായിട്ട് ആരുണ്ട്? റഷ്യ ഉണ്ട്. അപ്പൊ USA, UK പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് റഷ്യ വരുന്നു. മറ്റൊരു ശക്തമായ രാജ്യമാണ് ചൈന. അപ്പൊ കിട്ടി USA, UK, റഷ്യ,
ചൈന, പിന്നെ ആരെ ഓർത്താൽ മതി? ഫ്രാൻസ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ആ ഓർഡർ തലയിലോട്ട് കയറണം. USA, UK, റഷ്യ, ചൈന, ഫ്രാൻസ്, ഇവരാണ് പെർമനന്റ് മെമ്പേഴ്സ്. അപ്പൊ ആ ഒരു ചോദ്യവും നിങ്ങൾക്ക് അവിടെ കിട്ടി എന്ന് വിചാരിക്കുന്നു. അപ്പൊ പറഞ്ഞു വന്നത് ഐക്യരാഷ്ട്ര സംഘടനയെ കുറിച്ചാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗങ്ങൾ 5, സ്ഥിരമല്ലാത്ത അംഗങ്ങൾ 10 പേരാണ്. പിന്നെ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ഉണ്ട്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഉണ്ട്, സെക്രട്ടേറിയറ്റ് ഉണ്ട്, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളത് അത്രയും അവിടെ ഓർത്തു വെക്കുക. ഇനി പറയാനുള്ളത് എന്താണെന്ന് വരാം. ഇനി പറയാനുള്ളത് സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. സ്പെഷ്യലൈസ്ഡ് ഏജൻസികളുണ്ട് എന്നും ഞാൻ പറഞ്ഞു. എത്ര സ്പെഷ്യലൈസ്ഡ് ഏജൻസികളെയാണ് നമ്മൾ ഓർത്തേ? 15 സ്പെഷ്യലൈസ്ഡ് ഏജൻസികളുണ്ട് എന്നാണ് നമ്മൾ അവിടെ പറഞ്ഞത്. 15 സ്പെഷ്യലൈസ്ഡ് ഏജൻസികളുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് 15 സ്പെഷ്യലൈസ്ഡ് ഏജൻസികൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 15 സ്പെഷ്യലൈസ്ഡ് ഏജൻസികളെ കുറിച്ച് പറയുമ്പം ആദ്യം ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് UN, WTO, പിന്നെ UNIDO, പിന്നെ ഉള്ളത് UNESCO, യുനെസ്കോ, പിന്നെ ഉള്ളത് ILO, IMO, IMF, ITU, ICAO, അടുത്തത് IFAD, പിന്നെന്താ FAO, പിന്നെ WIMP, പിന്നെന്താ WMO, പിന്നെന്താ WHO, അടുത്തത് UPU, അടുത്തത് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ്. ഇതാണ് 15 നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. അപ്പൊ ഇതെന്താണ്? ഇത് സ്പെഷ്യലൈസ്ഡ് ഏജൻസികളാണ്. UN-ന്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസികളാണ്. ഇവിടെ ചിലര് കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർ ഒരാളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളിത് കേട്ടോണ്ടിരിക്കുന്ന ചിലര് ഒരാളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ ആളെ കുറിച്ച് ഞാൻ പറയാം. ശരി, UNWTO. എന്താണ് UNWTO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? UNWTO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഓർത്തോണം, ഈ UN ഒരു വിഷയമല്ല. WTO ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അറിയാത്തത്. അപ്പൊ അവിടെ ഓർത്തോണം, വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ. വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ എന്നാണ്. വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ 1975 നിലവിൽ വന്നു. വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ. വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1975 അതിന്റെ ആസ്ഥാനം എവിടെ? മാഡ്രിഡ്, സ്പെയിനിലാണ്. മാഡ്രിഡ് ആണ്, സ്പെയിനിലാണ് എന്ത് വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ആസ്ഥാനം. അപ്പം ടൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചിലരെന്താവും? മാഡാവും, ഭ്രാന്താവും എന്നവിടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലരുണ്ട് ടൂർ എന്ന് പറയുമ്പോൾ അങ്ങനെ എന്താ മാഡാണ്, ഭ്രാന്താണ് എന്നൊക്കെ പറയത്തില്ലേ? ആ രീതിയിൽ അവിടെ ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. 1975 UNWTOയുടെ ആസ്ഥാനം മാഡ്രിഡ് ആണ്, സ്പെയിനിലാണ്. സ്പെയിന്റെ പ്രധാന കായിക വിനോദം നിങ്ങൾക്ക് അറിയാമോ? അത് കാളപ്പോരാണ്. അപ്പൊ അടുത്തതിലേക്ക് വരാം. UNIDO. UNIDO എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ IDO ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നാണ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നാണ് UNIDO എന്നതിന്റെ പൂർണ്ണരൂപം. അപ്പം ഇതെന്നാണ് നിലവിൽ വന്നത്? 1966 UNIDO നിലവിൽ വന്നത്. അപ്പൊ എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം? വിയന്നയാണ് ആസ്ഥാനം. വിയന്ന എന്ന് പറയുന്നത് ഓസ്ട്രിയയിലാണ്. ഓക്കെ, അപ്പം ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഡോ എന്ന് വിളിച്ചാൽ ഡോ എന്നായിരിക്കും നമ്മൾ വിളി കേൾക്കുന്നത്. അപ്പൊ ജസ്റ്റ് UNIDO വിയന്ന എന്നവിടെ നമുക്ക് കിട്ടും. 1966 എന്ന വർഷവും കൂടി ഓർത്തു വെക്കാം. പിന്നെ യുനെസ്കോ, ഞാൻ ഇതിന്റെ പൂർണ്ണരൂപം നിങ്ങളോട് ഓൾറെഡി പറഞ്ഞ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്നാണ് യുനെസ്കോയുടെ പൂർണ്ണരൂപം. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെ എന്നുള്ളതും ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. പാരീസ്, ഫ്രാൻസ് ആണ് യുനെസ്കോയുടെ ആസ്ഥാനം. പാരീസ് ആണ്. 1945 നിലവിൽ വന്നത്. ഓക്കെ,
അടുത്തത് ILO. ILO എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്നാണ്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം ജനീവയാണ്. 1919 നിലവിൽ വരുന്നത്. ജനീവയാണ് ആസ്ഥാനം. സ്വിറ്റ്സർലൻഡ്, ജനീവ. അപ്പൊ 1919 ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. 1919 ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഓക്കെ. അടുത്തത് IMO, ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ എന്നാണ് IMO എന്നതിന്റെ പൂർണ്ണരൂപം. ആസ്ഥാനം ലണ്ടൻ ആണ്, ലണ്ടൻ. അപ്പൊ IMO ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിലവിൽ വന്നത് എന്ന് 1948 എവിടെ ആസ്ഥാനം? ലണ്ടൻ, UK. ലണ്ടൻ ആണ് ആസ്ഥാനം. ഓക്കെ. അപ്പം അവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കണക്ട് ചെയ്യാം. എല്ലാവരും ഇപ്പൊ എന്ത് ചെയ്യാം? കല്യാണം കഴിച്ചിട്ട് മാരി ചെയ്തിട്ട് നേരെ എങ്ങോട്ടേക്ക് പോവാ? ലണ്ടനിലേക്ക് പോവാ, UK പോവാ എന്നൊക്കെ ചുമ്മാ അവിടെ കണക്ട് ചെയ്യാം. അപ്പൊ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ ആസ്ഥാനം ലണ്ടൻ ആണ്, UK ആണ്. 1948. അടുത്തത് IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നിലവിൽ വന്നത് 1944. വാഷിംഗ്ടൺ ആണ് ആസ്ഥാനം. അമേരിക്കയിലെ വാഷിംഗ്ടൺ ആണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ആസ്ഥാനം. അടുത്തത് ITU, ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ എന്നാണ്. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ നിലവിൽ വന്നത് 1865. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയന്റെ ആസ്ഥാനവും ജനീവ തന്നെയാണ്. ഓക്കെ. അടുത്തത് ICAO. എന്താണ് ICAO? I എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ. അടുത്തത് C, ഇന്റർനാഷണൽ കൗൺസിൽ. ഇന്റർനാഷണൽ സിവിൽ ആൻഡ് ഏവിയേഷൻ ഓർഗനൈസേഷൻ എന്നാണ്. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ, അതാണ് കേട്ടോ. ഇന്റർനാഷണൽ സിവിൽ ആണ് കേട്ടോ. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ എന്നാണ്. ഇതിന്റെ നിലവിൽ വരുന്നത് 1944. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത് 1944. ഇതിന്റെ ആസ്ഥാനം മോൺട്രിയൽ ആണ്. മോൺട്രിയൽ എന്ന് പറഞ്ഞാൽ കാനഡയാണ്. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഇപ്പൊ നിലവിൽ വന്നത് 1944. ആസ്ഥാനം മോൺട്രിയൽ ആണ്, കാനഡയാണ്. നെക്സ്റ്റ് IFAD. I എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ, F എന്ന് പറഞ്ഞാൽ ഫണ്ട്. ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് എന്നാണ്. ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് എന്നാണ് IFAD എന്നതിന്റെ പൂർണ്ണരൂപം. അടുത്തത് IFAD. എന്താണ് IFAD എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് എന്നാണ്. ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് എന്നാണ്. IFADയുടെ ആസ്ഥാനം എവിടെ എന്ന് ചോദിക്കാം. അതിനു മുമ്പ് വർഷം 1977. IFADയുടെ ആസ്ഥാനം എവിടെ എന്ന് ചോദിച്ചാൽ, ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ആസ്ഥാനം എവിടെ എന്ന് ചോദിച്ചാൽ റോമാണ്. റോമാണ് ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് എന്നതിന്റെ ആസ്ഥാനം. അടുത്തത് FAO. F എന്ന് പറഞ്ഞാൽ എന്താ? ഫുഡ്. F എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണക്ട് ആവും ചിലർക്ക്. എന്താ? ഫുഡ്. A എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് എന്നാണ് ഇത് പൂർണ്ണരൂപം. ആസ്ഥാനം നമ്മൾ പറഞ്ഞിരുന്നതാണ്. FAO നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1945. ആസ്ഥാനം റോമാണ്, ഇറ്റലി. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് നിലവിൽ വന്നത് 1945. ആസ്ഥാനം റോമാണ്. അടുത്തത് WIMP. എന്താണ്? ശ്രദ്ധിക്കൂ, WIMP അല്ല,
W WIMP അല്ല, WIPO എന്നാണ് കേട്ടോ. WIPO എന്നാണ്. എന്താണ്? വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ എന്നാണ്. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ കേട്ടോ. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ എന്നാണ്. ഇത് നിലവിൽ വരുന്നത് 1967 വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത് 1967 ആസ്ഥാനം ജനീവയാണ്. ജനീവ. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1967, ആസ്ഥാനം ജനീവയാണ്. അടുത്തത് WMO, വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ആണ്. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1950, ആസ്ഥാനം ജനീവയാണ്. അടുത്തതാണ് WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ആ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന, ആസ്ഥാനം ജനീവയാണ്. 1948 നിലവിൽ വന്നത്, ആസ്ഥാനം ജനീവയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന 1948. UPU, യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ നിലവിൽ വന്നത് 1874, ആസ്ഥാനം ബേൺ ആണ്. ബേൺ, BERN, ബേൺ. ബേൺ എവിടെയാന്ന് ചോദിച്ചാൽ സ്വിറ്റ്സർലൻഡിലാണ്. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ ആസ്ഥാനം ബേൺ ആണ്, സ്വിറ്റ്സർലൻഡ്. നെക്സ്റ്റ്, വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ ആസ്ഥാനം. വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് നിലവിൽ വന്നത് 1944, ആസ്ഥാനം വാഷിംഗ്ടൺ ആണ്. വാഷിംഗ്ടൺ. വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ ആണ്. അപ്പൊ ഇതാണ് എന്ത്? ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്പെഷ്യലൈസ്ഡ് ഏജൻസികളും അവ നിലവിൽ വന്ന വർഷം, അതിന്റെ പൂർണ്ണ രൂപം, അതിന്റെ ആസ്ഥാനം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കി എടുക്കണം നിങ്ങൾ. ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ വരുന്ന പരീക്ഷകളിൽ ഉണ്ടാവും കേട്ടോ. എല്ലാവർക്കും ഞാൻ പറഞ്ഞത് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യാം? പഠിച്ച് എടുക്കാൻ പറ്റും. ഞാൻ ചിലയിടത്തൊക്കെ കണക്ഷനൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടേതായ കണക്ഷൻസ് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, ഒരാളെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത് വേറെ ആരുമല്ല, യുനിസെഫ് ആണ്. യുനിസെഫ് എന്ന് പറഞ്ഞാൽ UN-ന്റെ ഒരു പ്രോഗ്രാമാണ്. UN-ന്റെ ഒരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ UN-ന്റെ ഒരു ഫണ്ടാണ് യുനിസെഫ് എന്ന് പറഞ്ഞാൽ. UN-ന്റെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ UN-ന്റെ ഒരു ഫണ്ടാണ് യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്നാണ്, CEF. യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്നാണ്. അത് നിലവിൽ വന്നത് 1946 ഡിസംബർ മാസം 11 യുനിസെഫ് നിലവിൽ വന്നത്. യുനിസെഫിന്റെ ആസ്ഥാനം ഞാൻ ഓൾറെഡി പറഞ്ഞു, ന്യൂയോർക്കാണ്. ഓക്കെ. അപ്പം അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം ഈ ഒരു ചോദ്യം അവിടെ നമ്മൾ വൃത്തിയായിട്ട് എന്ത് ചെയ്തു? പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏത് ചോദ്യമാണ് നമ്മൾ തുടങ്ങിയത്? ഈ ഒരു ചോദ്യം. അപ്പൊ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകളുമാണ് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പം നമ്മൾ എപ്പോഴും പഠിക്കാനിരിക്കുന്ന സമയത്ത് ഒരു കാര്യം, നിങ്ങളിപ്പം ഇത് പഠിച്ചു, ഇങ്ങനെ ഒരുപാട് കാര്യം നിങ്ങൾ ജീവിതത്തിൽ പഠിക്കും. ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യണം? ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവിടെയൊക്കെ എത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പഠിച്ച കാര്യങ്ങൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. നമ്മുടെ ബോധമനസ്സും ഉപബോധ മനസ്സും കൂടി ചേർന്നിട്ടാണ് നമ്മൾ പരീക്ഷയ്ക്ക് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ബോധമനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചോദ്യം വായിക്കുന്നു. ഉപബോധ മനസ്സെന്ന് പറഞ്ഞാൽ വായിച്ച ചോദ്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആലോചിച്ച് മനസ്സിലാക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ ബോധ മനസ്സും ഉപബോധ മനസ്സും ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഒരു ചോദ്യത്തെ വായിച്ചെടുക്കാനായി സാധിക്കുന്നത്. അപ്പം ഉപബോധ മനസ്സിലേക്ക് കാര്യങ്ങളിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ എന്തുണ്ട്? ബ്രെയിൻ കർവ് തിയറി. അങ്ങനെ ഒരു തിയറിയിൽ വായിച്ചതിന് പ്രകാരം ഇങ്ങനെയാണ് പറയുന്നത്, ഒരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇന്ന് പഠിച്ചു ഈ പഠിച്ച കാര്യം 24 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണമെന്നാണ് പറയുന്നത്.
24 മണിക്കൂറിനുള്ളിൽ റിവൈസ് ചെയ്യണം. അപ്പൊ പഠിച്ചു, 24 മണിക്കൂറിനുള്ളിൽ റിവൈസ് ചെയ്തു, അവസാനിച്ചോ? പഠിച്ചോ നമ്മള്? ഇല്ല. ഉറച്ചോ? അല്ലെങ്കിൽ ഉപബോധ മനസ്സിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. അടുത്ത ഒരു 3 ദിവസത്തിന് ശേഷം, ആഫ്റ്റർ 3 days, നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. ഓക്കെ, ആ 3 ദിവസത്തിന് ശേഷം നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. പിന്നെയും എന്താണ്? അടുത്ത ഒരാഴ്ചക്ക് ശേഷം, ആഫ്റ്റർ 1 week, 7 ദിവസത്തിന് ശേഷം പിന്നെയും റിവിഷൻ. 1 മാസത്തിന് ശേഷം, 30 ദിവസത്തിന് ശേഷം വീണ്ടും റിവിഷൻ. ഈ റിവിഷൻ പൂർത്തിയാക്കിയാൽ മാത്രമേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ? സ്ഥിരമായി നിൽക്കത്തുള്ളൂ. നിങ്ങൾ ഈ ക്ലാസ് കേട്ടു, വിട്ടു, കുറച്ച് കാര്യങ്ങൾ എവിടെയെങ്കിലും ഒക്കെ നിൽക്കും, മുഴുവൻ കാര്യങ്ങൾ നിൽക്കത്തില്ല. എന്നാൽ മുഴുവൻ കാര്യങ്ങൾ കേൾക്കാനും അതിനുള്ള സ്ട്രെയിനും നിങ്ങൾ എടുത്തു. ഈ മുഴുവൻ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തി എന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് ഐക്യരാഷ്ട്ര സംഘടനയും അതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ചോദ്യവും ആ ചോദ്യവും റിലേറ്റഡ് ഫാക്റ്റുകളും പരീക്ഷയ്ക്ക് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ്. അപ്പം ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ഉദ്യോഗം കാത്തിരിക്കുന്ന കുറേ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ പഠിക്കുന്നുണ്ട്, മറന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പം പഠിത്തത്തെ ഒന്ന് ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ സമയം നിങ്ങളുടെ തലച്ചോറിലേക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെ ക്രമപ്പെടുത്തണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. ഒരു കാര്യം പഠിക്കുക, 24 മണിക്കൂറിനുള്ളിൽ റിവിഷൻ ചെയ്യും. അപ്പൊ ഇവിടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ റിവൈസ് ചെയ്യും എന്നുള്ളതാണ്. പഠിച്ച കാര്യങ്ങളെ റിവൈസ് ചെയ്യുന്നതിലുള്ള ചിന്ത അത് മറ്റൊന്നുമല്ല. പഠിച്ച കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ വായിച്ചാൽ, ആ എഴുതി വെച്ച കാര്യങ്ങൾ വീണ്ടും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു മടുപ്പായിട്ട് മാത്രമേ ഫീൽ ചെയ്യത്തുള്ളൂ. പഠിച്ച കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ എഴുതി വെച്ച നോട്ട്സ് പിന്നെയും നിങ്ങൾ വായിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കൊരു മടുപ്പ് അവിടെ ഫീൽ ചെയ്യും. ഇതെല്ലാം എനിക്ക് അറിയാവുന്നതാണല്ലോ എന്നൊരു തോന്നൽ അവിടെ വരും. ഇല്യൂഷനാണ്. അപ്പോൾ അതിനെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് റിവൈസ് ചെയ്യേണ്ടത് ആ രീതിയിലല്ല എന്നുള്ളത് മനസ്സിലാക്കുക. റിവൈസ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ പഠിച്ച കാര്യങ്ങളെ നിങ്ങൾ ഓർത്തെടുത്തിട്ട് നിങ്ങൾക്കൊരു പേപ്പറിൽ എഴുതാം, അതൊരു റിവിഷനാണ്. പഠിച്ച കാര്യങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു നോക്കാം, അതൊരു റിവിഷനാണ്. അപ്പം ഇങ്ങനെയൊക്കെ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മടുപ്പും നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഈ ക്ലാസ്സിന് കുറച്ചുകൂടെ ലെങ്ത് ഇങ്ങനെ കൂടി പോകുന്നു. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നന്ദി.